ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാർമേലിയ ഹെവൻ റിസോർട്ടിലാണ്. ഈ റിസോർട്ട് എവിടെയാണെന്നറിയോ? പെരിയാറ് വണ്ടൻമേട് എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഇക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. എന്ത് രസം എന്നറിയോ റിസോർട്ടിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ തന്നെ ഫുൾ ഒരു നമ്മുടെ ഒരു യഥാർത്ഥ നേച്ചർ ബ്യൂട്ടി നമുക്ക് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഞങ്ങളുടെ പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ എത്തിച്ചേർന്നു. അപ്പോഴിതാ ഞങ്ങളിതാ 1 by 1 ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇറങ്ങുന്നു. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മളിത് വരുമ്പോൾ തന്നെ ബഞ്ച് ഓഫ് ഫ്രണ്ട്ലി സ്റ്റാഫ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളെ സ്വീകരിക്കാൻ. നമുക്ക് മാലയൊക്കെ ഇട്ട് തന്ന് നമ്മളവർ സ്വീകരിക്കുന്നു. വളരെ രസമാണ് അതൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മളെ അവർ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ കുറേ പേര് വെയിറ്റ് ചെയ്ത് നമ്മളെ നല്ല സന്തോഷത്തോടെ അവർ യാത്ര അയക്കും ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് വൈകുന്നേരം നേരത്ത് ചായ, അതായത് ചായക്കട കണ്ടില്ലേ നിങ്ങൾ? എന്ത് രസമല്ലേ, ഒരു കുട്ടി ചായക്കടയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് ബെഞ്ചൊക്കെ ഇട്ട് എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. ഒരു ശരിക്കും നമ്മുടെ നാട്ടിലെ ചായക്കടയുടെ ഫീൽ കിട്ടി. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും നല്ലൊരു അടിപൊളി റിസോർട്ട് അതിനിടയിൽ ഒരു കുട്ടി ചായക്കട പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് അവരെന്തോ കഴിക്കാൻ പൊക്കവട അങ്ങനത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഞങ്ങൾ കൈലാസം എന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് ജീപ്പ് റൈഡിന് പോയി. അപ്പോൾ ജീപ്പ് റൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളിയാണല്ലോ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ജീപ്പ് റൈഡ് ഒരു വ്യത്യാസപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. പോയിട്ടെന്താ വെച്ചാൽ അവിടെ നല്ല ചെറിയൊരു കുട്ടി ചർച്ചൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസം, നല്ലൊരു എന്താ പറയുക, അതിന് മുകളിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ തന്നെ നല്ല രസമാണല്ലോ, നല്ല കാറ്റും പിന്നെ അതിന് മുകളിൽ കയറുന്ന ഫോട്ടോസ്, അങ്ങനെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അവിടെ.
അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ബോട്ടിങ്ങിന് പോയപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഞങ്ങൾ കുറച്ച് പേരായിട്ട് പോയി പകുതി ആയപ്പോഴേക്കും മഴയാണ് പെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ അങ്ങനെ ഓവർ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ മഴയിൽ പോകുന്ന ലെവലിൽ ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.